ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പുതിയ സ്വിഫ്റ്റിൻ്റെ LXIയും VXIയും ആണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് വ്യത്യാസം വരുന്നുണ്ട്, എത്ര പ്രൈസിൻ്റെ വ്യത്യാസം വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് കോട്ടയത്തെ AVG അരീന ഷോറൂമാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ലോണ് അതുപോലെ EMI അതുപോലെ എന്ത് കാര്യങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഫീച്ചേഴ്സിൻ്റെ കാര്യം എന്തറിയാനും താഴെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം എടുത്ത് പറയാം, നമ്മൾ ഫീച്ചേഴ്സ് മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. VXI ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻ്റെ വീഡിയോ ആണ് ആ ചെയ്തിരിക്കുന്നത്. എൻ്റെ സൗണ്ട് കുറച്ച് പോയിരിക്കുകയാണ്, കാരണം പനിയുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ പോയി ആകെ തകർന്നിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രില്ലുകൾ നമുക്ക് കാണാം. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. രണ്ട് വാഹനങ്ങൾക്കകത്തും കൊടുത്തിരിക്കുന്ന ഗ്രില്ലുകൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനങ്ങൾക്കകത്ത് നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഹാലജൻ ലൈറ്റ്സ് ആണ് രണ്ട് വാഹനങ്ങൾക്കകത്തും വന്നിരിക്കുന്നത്. അതിനകത്ത് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് കാണുന്ന ഇത് DRLs അല്ല, രണ്ട് വാഹനങ്ങളിലും ആ കൊടുത്തിരിക്കുന്നത് ക്രോം എലമെൻ്റ് ആണ്. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോഴായാലും വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ എന്തായാലും അത് DRLs പോലെയാണ് കുറച്ച് ദൂരെ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ സെൻട്രലായിട്ട് നമുക്ക് ആ ഒരു സുസുക്കിയുടെ ലോഗോ നമുക്ക് കാണാൻ പറ്റും. താഴെയായിട്ട് ആ ഒരു ചെറിയൊരു ക്ലാഡിങ്, ബ്ലാക്ക് ക്ലാഡിങ് രണ്ട് വാഹനങ്ങൾക്കകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ട് പോർഷനെ കുറിച്ച്. LXIയും VXIയിലും ചേഞ്ചസ് ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് സൈഡ് പോർഷൻ നോക്കാം. അപ്പോൾ നമുക്ക് സ്വിഫ്റ്റിൻ്റെ സൈഡ് പോർഷൻ നോക്കാം. LXI VXI കളേഴ്സ് എങ്ങനെയുണ്ട്, റെഡ് ആണോ ബ്ലൂ ആണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ടത്തിൽ കാണുന്ന ചേഞ്ചസ് ആണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ എടുത്തു പറയാനുള്ളത്. ടയേഴ്സിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന കളർ രണ്ട് വാഹനങ്ങൾക്കകത്ത് 14 ഇഞ്ച് ടയേഴ്സാണ്. പക്ഷേ റിമ്മിൽ വന്നിരിക്കുന്ന ആ ഒരു കളർ VXIയിലേക്ക് പോകുമ്പോൾ നമുക്ക് ബ്ലാക്ക് കളറും LXIക്കകത്ത് ആ ഒരു സിൽവർ കളറുമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഹാൻഡിൽസ് വരുന്നതാണേലും ബോഡി കളേർഡായിട്ടല്ല നമുക്ക് LXIയിൽ കിട്ടുന്നത്. VXIയിലേക്ക് പോകുമ്പോൾ ബോഡി കളേർഡായിട്ടുള്ള ഹാൻഡിൽസ് കിട്ടുന്നുണ്ട്. അതേപോലെ ഫെൻഡറിനകത്താണ് ഇൻഡിക്കേറ്റേഴ്സ് LXIയിൽ നമുക്ക് കിട്ടുന്നത്. എന്നാൽ VXIയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മിറേഴ്സിലേക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ ചേഞ്ച് ആയത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മിറേഴ്സിൻ്റെ കളറൊക്കെ ആണെങ്കിൽ നോക്കുകയാണെങ്കിലും LXIക്കകത്ത് ആ ഒരു ബ്ലാക്ക് കളറായിരിക്കും. VXIയിലേക്ക് വരുമ്പോൾ ബോഡി കളേർഡ് ആയിട്ടുള്ള മിറേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു ചേഞ്ച് ഈ ഒരു പോർഷൻ, പില്ലറിൻ്റെ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ബോഡി കളേർഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് LXIക്കകത്ത്. പക്ഷേ VXIയിലേക്ക് വരുമ്പം അതെല്ലാം ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പം ഡ്യുവൽ ടോൺ കളറൊക്കെ ആക്കാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ VXI ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം മേളിലെ ആ ഒരു പോർഷനിൽ ബ്ലാക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ഡ്യുവൽ ടോൺ ആകും. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു പില്ലേഴ്സും എല്ലാം ബ്ലാക്ക് ആക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സൈഡ് പോർഷനിൽ നിന്ന് പറയാനുള്ളത്. നമുക്ക് ബാക്ക് സൈഡ് നോക്കാം. നമ്മൾ ഫ്രണ്ട് പോർഷനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിൽ രണ്ടിനകത്ത് നമുക്ക് പറയാനില്ല. അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ആൻറ്റിന നമുക്ക് രണ്ട് വാഹനങ്ങൾക്കകത്തും ആൻറ്റിന കാണാം. ഷാർക്ഫിൻ്റെ ആൻറ്റിന ഒന്നല്ല, നോർമൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഹൈമൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് രണ്ട് വാഹനങ്ങൾക്കകത്തും കാണാം. അതേപോലെ ഡിഫോഗർ ലൈൻസും രണ്ട് വണ്ടിക്കകത്തും നമുക്ക് കാണാം. താഴേക്ക് വരുമ്പം ബമ്പറിനകത്തും വേറെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമുക്ക് സെൻസേഴ്സ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. രണ്ട് വാഹനങ്ങളിലും 4 സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ LED ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് കാണാൻ പറ്റുന്നത്. സെൻട്രലായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഇൻഡിക്കേറ്ററും ആ ഒരു റിവേഴ്സ് ലൈറ്റും, നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഈ ഒരു പോർഷനിലാണ്, അത് മാത്രമാണ് നമുക്ക് ഹാലജനായിട്ട് വരുന്നത്. അതെല്ലാം രണ്ട് വാഹനങ്ങൾക്കകത്തും സെയിം ആണ്. വേറെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. ക്യാമറയൊന്നും രണ്ട് വാഹനങ്ങൾക്കകത്തും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. 265 ലിറ്റർ ആണ് രണ്ട് വാഹനങ്ങളും, സ്വിഫ്റ്റിനകത്ത് നമുക്ക് കിട്ടുന്ന ബൂട്ട് സ്പേസ്. രണ്ട് വാഹനം നമ്മൾ പറയാൻ പാടില്ല, കാരണം രണ്ടും ഒരു വണ്ടിയാണല്ലോ. പിന്നെ VXIയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു പാർസൽ ട്രേ അവൈലബിൾ ആണ്. LXIക്കകത്ത് നമുക്ക് പാർസൽ ട്രേയോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ ഒരു സൈഡിലായിട്ട് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ പിടിച്ച് നമ്മൾ ഒരിക്കലും ക്ലോസ് ചെയ്യരുത്. നമ്മൾ സെൻട്രൽ പിടിച്ച് എപ്പോഴും ക്ലോസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അകത്തൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ആ ഹാൻഡിൽ പിടിച്ച് മാത്രമേ നമ്മൾ ക്ലോസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ലിവറിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വൺ സൈഡിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സൈഡിലുള്ള ആ ഒരു ലിവറിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ബാക്ക് സൈഡിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കയറി നോക്കാം.
ഇന്റീരിയർ നമ്മളെപ്പോഴും ഡോർ പാഡിൽ നിന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതിന് മുന്നായിട്ട് ഞാൻ കീ കാണിച്ചതാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നറിയില്ല. ഇതാണ് കീ വരുന്നത്. രണ്ടും റിമോട്ട് കൺട്രോളുള്ള കീസാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് വാഹനങ്ങൾക്കകത്തും ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. കീ എല്ലാം രണ്ടിനകത്തും സെയിം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫുള്ളി ബ്ലാക്ക് കളർ ആയിട്ടുള്ള ആ ഒരു ഡോർ പാറ്റേൺ ആണ് രണ്ട് വാഹനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഈ ഒരു പോർഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിരിക്കുന്ന LXI-ക്കകത്താണ്, ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ഈ ഒരു പോർഷനിലൊക്കെ നോക്കുമ്പോൾ ചെറിയ ടെക്സ്ചർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു പോർഷനിലും ചെറിയ ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കൈ വെക്കുന്ന ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സീറ്റ്സിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഫാബ്രിക്സ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 4 പവർ വിൻഡോ നമുക്ക് LXI വേരിയൻറ്റിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ലോക്ക് അൺലോക്ക് ചെയ്യാനും ഉള്ള കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും LXI-ക്കകത്ത് നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ സ്പീക്കേഴ്സിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്പീക്കേഴ്സോ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് അവൈലബിൾ അല്ല. ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസും ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് LXI-യുടെ ഡോർ പാഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് VXI നോക്കാം. VXI-യിലെ ഡോർ പാഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വലിയ ചേഞ്ചസ് കാര്യങ്ങൾ ഒന്നുമില്ല. ആ ഒരു പാറ്റേണും കളറും എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ചേഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്രോം എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ക്രോം കളറിലാണ് അത് ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ബട്ടണും നമുക്ക് ആ ഒരു നോബ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്പീക്കേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് 4 സ്പീക്കേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ചേഞ്ച് എന്ന് പറയാനായിട്ട് ഡോർ പാഡിലുള്ളത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് VXI-യുടെ ഇൻറ്റീരിയറിനകത്താണ്. നമുക്ക് ചേഞ്ചസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് നമുക്ക് സ്റ്റിയറിങ്ങിനകത്ത് കിട്ടുന്നുണ്ട്. അതാണ് ആദ്യം പറയുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനുമുള്ള ബട്ടൺ കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് VXI-യിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് പറയുന്ന ഒരു ചേഞ്ച്. LXI-ക്കകത്ത് നമുക്ക് അങ്ങനെ കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളറിലുള്ള ഈ സെയിം സ്റ്റിയറിംഗ് തന്നെയാണ്. ആ ഒരു കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് വ്യത്യാസമേ ഉള്ളൂ. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻട്രൽ ആയിട്ട് MID കാണാം. അതും രണ്ട് വാഹനങ്ങൾക്കകത്തും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് LXI-ക്കകത്ത് നമുക്ക് അവൈലബിൾ അല്ല. VXI-ക്കകത്ത് നമുക്കൊരു 7 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം ഈ ഒരു സിസ്റ്റത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഈ ഒരു AC-യുടെ കൺട്രോൾസ് കാര്യങ്ങൾ ഇതെല്ലാം സെയിം ആണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അല്ല രണ്ട് വാഹനങ്ങളിലും നമുക്ക് കിട്ടുന്നത്. മാനുവലി തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യണം. പക്ഷേ ഈ യൂണിറ്റ് കാര്യങ്ങൾക്കകത്തൊന്നും ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഒരു USB ചാർജിങ് സോക്കറ്റും ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും നമുക്ക് VXI-ക്കകത്ത് അവൈലബിൾ ആണ്. എന്നാൽ LXI-യിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് എല്ലാം രണ്ട് വാഹനങ്ങൾക്കകത്തും കാണാം. ഈ ഒരു പോർഷൻ എല്ലാം സെയിം ആണ്. ഇതൊക്കെ ചേഞ്ചസ് ഒന്നുമില്ല. ഗിയർ ലിവറിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ മേളിലായിട്ടൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമുക്ക് VXI-ക്കകത്ത് കിട്ടുന്നുണ്ട്. എന്നാൽ LXI-ക്കകത്ത് അവിടെ എല്ലാം ഒരു മാറ്റ് ഫിനിഷാണ് നമുക്ക് കാണാൻ പറ്റുക. അതേപോലെ ഈ ഒരു ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് നമുക്ക് കാണാം. അത് നമുക്ക് LXI-ക്കകത്ത് കാണാൻ പറ്റത്തില്ല. അതൊരു മാറ്റ് ഫിനിഷിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചേഞ്ചസ് എന്ന് പറയാനായിട്ട് ഫ്രണ്ട് പോർഷനിൽ നിന്നും ഉള്ളത്. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ റിയർ സീറ്റിനകത്താണെങ്കിൽ പോലും രണ്ട് വാഹനങ്ങൾക്കകത്തും ആ ഒരു ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോ കാര്യങ്ങളൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. സീറ്റിൻ്റെ ഫ്രണ്ടിലെ സീറ്റാണെങ്കിലും ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും രണ്ട് വാഹനങ്ങൾക്കകത്തും ഇല്ല. ആയിട്ട് നമുക്ക് ആ ഒരു ഹെഡ് റെസ്റ്റ് കാണാം. ഹെഡ് റെസ്റ്റും വലിയ ഹെഡ് റെസ്റ്റുകളാണ്. അത് രണ്ട് വാഹനങ്ങൾക്കകത്തും ബേസ് മോഡൽ തൊട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു സൺഷെയ്ഡിൻ്റെ പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനങ്ങൾക്കകത്തും അതെല്ലാം സെയിം ആണ്. അതേപോലെ ലൈറ്റ്സ് ബാക്കിലേക്കൊന്നും രണ്ട് വാഹനങ്ങൾക്കകത്ത് നമുക്ക് അവൈലബിൾ അല്ല. വേറെ ചേഞ്ചസ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ബേസ് മോഡൽ തൊട്ട് 6 എയർ ബാഗ്സ്, അതേപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം എല്ലാ വാഹനങ്ങൾക്കകത്തും സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ട് വാഹനങ്ങളെക്കുറിച്ചും ഇൻറ്റീരിയറിൽ നിന്ന് ചേഞ്ചസ് എന്നൊക്കെ പറയാനുള്ളത്. പ്രൈസ് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ പ്രൈസ് കൂടെ പറയാം. LXI-യുടെ പ്രൈസ് വരുന്നത് 7,57,000 രൂപയാണ്. ഓൺ റോഡ് പ്രൈസാണ്. എക്സ്ഷോറൂം പ്രൈസ് ഞാൻ ഡിസ്പ്ലേ ഒന്ന് കാണിച്ചേക്കാം. VXI-യിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രൈസ് വരുന്നത് 8,49,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. കോട്ടയത്തെ AVG അരീന ഷോറൂമിൻ്റെ നമ്പറാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വിളിക്കാം. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങളുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വേരിയൻറ്റ് വൈസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.